നമസ്കാരം, ഇത് IBN മലയാളം. പോലീസുകാർക്ക് ഉപദേശവുമായി കഞ്ചാവ് കേസിലെ പ്രതി. കഞ്ചാവ് അടിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല, വേണമെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് ചോദിച്ചോളൂവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ബൈബിളിലും ഖുറാനിലും മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ശബരിമല അയ്യപ്പനും മറ്റു കാര്യങ്ങളും ഹാഷ്വയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണ്ടി അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് വിശപ്പ് നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം തന്നില്ല. സാറിന് സംശയം ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചട എന്ന ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാവ് വന്നതല്ലേ വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റാന്ന് പറയുന്നത്. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ, ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ മദ്യം നേരെ തിരിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം, ഇല്ലെങ്കിൽ സൈലന്റ്. ഏതാ തെറ്റ്? ഇയാളുടെ ലൊക്കേഷനൊക്കെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷിച്ച് ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലൊരു നാട്ടിൻപുറത്തെ ഗ്രാമത്തിൽ വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണിത്. ഇത് പല പ്രാവശ്യമായി ഇയാൾ പല കേസുകളിലും പ്രതിയാണ്, ഉണ്ടാക്കി പ്രതിയാണ്. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശക്തമായിട്ടുള്ള സർക്കാരിന്റെ ഡീഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകും. ഇന്നലെ കോട്ടയം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രതിയെ പിടികൂടിയ SHO തോംസണിനോടാണ് പ്രതി ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. പൊതുവെ ഇങ്ങനെയുള്ള പല വാദങ്ങളും പലരും പ്രചരിപ്പിക്കാറുണ്ട്. കഞ്ചാവിന്റെ ഗുണം, ഓരോ മയക്കുമരുന്നിന്റെ ഗുണം, ക്രിയേറ്റിവിറ്റി, അങ്ങനെ നിരവധി വാദങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്തായാലും ഈ പ്രതി പോലീസിന്റെ മുന്നിൽ തന്നെയാണ് ഇത്തരം വാദങ്ങളൊക്കെ പറയുന്നത്. ഒരു നിഷ്കളങ്കമായ വാദമെന്നൊന്നും പറയാൻ കഴിയില്ല, പ്രത്യേകിച്ചും പോലീസിനോട് തന്നെ ഇതൊക്കെ പറയുന്നതുകൊണ്ട്. ഇത്രയധികം വിശ്വസിച്ചുകൊണ്ട് താനൊരു ബിസിനസ് നടത്തുന്നു, കഞ്ചാവിനെ ശരിവെച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് എന്ന് വേണം പ്രതിയുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിഷ്കളങ്കമെന്ന് പറഞ്ഞു വേണമെങ്കിൽ ചിരിക്കാൻ പറ്റുമെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ കുട്ടികളുടെ മുന്നിലടക്കം പ്രചരിക്കുന്നത്. സിനിമ പോലെ തന്നെ ഇങ്ങനെ സ്വാധീനിക്കുന്ന പലതുമുണ്ടെന്ന് മനസ്സിലാക്കുക. പോലീസ് ഇയാളെ പിടികൂടുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിവേട്ട പോലീസ് സജീവമാക്കുന്ന കാഴ്ചകൾക്കിടയിലാണ് 300 ഗ്രാം കഞ്ചാവുമായി പിടിക്കപ്പെട്ട പ്രതി പോലീസിനെ കഞ്ചാവിന്റെ ഗുണങ്ങളെപ്പറ്റി വിവരിക്കുന്ന ഈ വിചിത്രമായ കാഴ്ച സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.